നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അങ്ങനെ എന്തെങ്കിലും നീ കണ്ടെങ്കിൽ താഴെ ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ, വിളിക്കാമായിരുന്നില്ല ഞങ്ങളെ. ആന്റി, ഞങ്ങൾ കേറി വന്നപ്പോ കണ്ട കാഴ്ച ഞങ്ങളുടെ പെങ്ങളുടെ കഴുത്തല്ലേ ഇവൻ പിടിച്ച് ഞെരിക്കുന്ന. ഈ ചെക്കനതിന് സാക്ഷിയാ, ചോദിച്ചോക്ക്. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് അയാളെ ചതിക്കുന്നവരുടെ ശിക്ഷ എന്താണെന്ന് അറിയാം നിനക്ക്? മരണം. മരണം തന്നെ ആടി. വേണ്ട വേണ്ട ജീവ, നിന്നെന്ത് കൊല്ലൂടി. നിത്യേച്ചി വിട് വിട്. മാറാ. അടിച്ചു കൊല്ലണം. അവരോട് സുധി ജീവ, ഞാൻ പറയുന്നു കേക്ക്. ജീവ, നിന്റെ പരിശുദ്ധിയായ പെങ്ങളുടെ തനിനിറം ഞാൻ പറഞ്ഞുതരാടാ. ഞാൻ നിൽക്കുന്നുണ്ടോ? ഇവനെയും കൂട്ടി ഈ മുറിയിൽ കയറി വാതിലടച്ചവളെ പിഴച്ചവളെ നല്ലടാ വിളിക്കേണ്ടത്. ഇല്ല മോളെ, ഇന്നുകൊണ്ട് എല്ലാം അവസാനിക്കണം. എന്താ എന്തേ കാണിക്കുന്നത്? എന്താ എന്തേ കാണിക്കുന്നത്? നിങ്ങളുടെ വൈരാഗ്യം ഇതുവരെ തീർന്നില്ലേ? അത് തീർക്കാനുള്ള സ്ഥലമാണോ ഇത്? എന്താ ശിവനന്ദേട്ട, പിള്ളേര് തമ്മിൽ തല്ലുന്നത് കണ്ടിട്ടും ഇങ്ങനെ എങ്ങനെയാ നോക്കി നിൽക്കാൻ പറ്റുന്നത്? ഇങ്ങോട്ട് നോക്കണം. എടാ, ഇതിനൊക്കെ കാരണം എന്താ? ഇത് തുടങ്ങി വെച്ച നീയാണെങ്കിലും ഇവനാണെങ്കിലും ഇതിന്റെ കാരണക്കാരൻ ഈ നിമിഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇറക്കി വിടും ഞാൻ. ചോദിച്ചത് കേട്ടില്ലടാ, കാരണം എന്താണെന്ന്. കാരണം പറയണോ അല്ലേ? കാരണം ഇവനാ. ഇത്രയും കാലം ഇവന്റെ അനുജത്തിക്ക് എന്നോടായിരുന്നു നോട്ടം. ഇപ്പൊ ഇവന് വേണ്ടത് എന്റെ അനുജത്തിയാ.
ജ്യോതിയുടെ പിന്നാലെ ഇവൻ ഈ മുറിയിലേക്ക് വരുന്നത് കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഛേ, അത് തെറ്റാണോ? നട്ടാ കുരുക്കാത്ത നുണ മോൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ വായം പൊളിച്ച് നിൽക്കാൻ നാണമില്ലേ നിങ്ങൾക്ക്? ഞാനും എന്റെ ഭാര്യ മക്കളും ഒരുമിച്ച് അങ്ങോട്ട് വന്നത്. അപ്പൊ പിന്നെ എങ്ങനെ എന്റെ മകൻ അവന്റെ പെങ്ങളെ പിടിച്ചെന്ന് പറയാ? പറ. ഞാൻ പറഞ്ഞതാ സത്യം. ഇവരല്ല ഒറ്റക്കെട്ട. ഒരാൾക്കൊരാളോട് ഇഷ്ടം തോന്നിയ അത് ഇത്രയധികം കുഴപ്പം പിടിച്ചൊരു കാര്യമാണോ? അങ്ങനെ എന്തെങ്കിലും നീ കണ്ടെങ്കിൽ താഴെ ഞങ്ങൾ ഉണ്ടായിരുന്നല്ലോ, വിളിക്കാമായിരുന്നില്ല ഞങ്ങളെ? ആന്റി, ഞങ്ങൾ കേറി വന്നപ്പോ കണ്ട കാഴ്ച ഞങ്ങളുടെ പെങ്ങളുടെ കഴുത്തല്ലേ ഇവൻ പിടിച്ച് ഞെരിക്കുന്ന. ഈ ചെക്കൻ അതിന് സാക്ഷിയാ, ചോദിച്ചോക്ക്. അതെ, എല്ലാവരും നിർത്തുന്നുണ്ടോ? എല്ലാരും കൂടി ഒരു നല്ല ദിവസം നശിപ്പിച്ചില്ലേ? യ്യോ, രഘു, വേണ്ട, ആരും ഒന്നും പറയണ്ട. ദേ, താഴെ ഞാൻ വിളിച്ചു കൂട്ടിയ കുറച്ച് ഗസ്റ്റുകളുണ്ട്. വന്ന അതേ മാന്യതയോടെ എനിക്ക് അവരെ തിരിച്ചുവിടണം. അത് കഴിഞ്ഞ രഘുവിന്റെ കുടുംബത്തിന് തീ വെക്കോ, ചുട്ടരിച്ച് കളയോ, എന്ത് വേണമെങ്കിലും ചെയ്തോ ചെയ്തോ. രഘുവേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ജീവിതത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത സന്തോഷത്തോടെ ആ ചടങ്ങിന് നിന്ന മനുഷ്യന് ഇനി തിരിച്ചുപോയാ എന്ത് പറയാൻ പറ്റുമെന്ന് പോലും ആ പാവത്തിന് അറിയില്ല. വൈരാഗ്യം കെട്ടടങ്ങിയെങ്കിൽ ഇതൊന്നും മതിയാക്ക്. മറ്റൊന്നും എന്നോടൊപ്പം പറയരുത്. അമ്മയുടെ അച്ഛന്റെ ഈ ഫംഗ്ഷൻ നന്നായി തന്നെ അവസാനിക്കണം. ഇവിടെ നടന്നൊന്നും മനസ്സിൽ വെക്കാതെ എല്ലാവരും അതിൽ പങ്കെടുക്കണം. അതാ എന്റെ ആഗ്രഹം. പഠിച്ച കുട്ടിയല്ലേ നീ? സ്വന്തം ജീവന് പോലും ഭീഷണി ഉണ്ടായിട്ട് പ്രതികരിക്കാൻ മടിക്കുന്നത് എന്തിനാ? എന്റെ മോളെ എത്ര കാലം നിനക്ക് ഇങ്ങനെ കിടക്കാൻ പറ്റും? ചെറിയച്ഛൻ മോളെ സഹായിക്കാനേ നോക്കിയിട്ടുള്ളൂ. പക്ഷെ കിട്ടുന്ന മുഴുവൻ തിരിച്ചല്ലേ? ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ചെറിയച്ഛൻ ഇവിടുന്ന് മടങ്ങില്ല മോളെ. അയ്യോ ചെറിച്ച, അച്ഛനൊന്നും അറിയാതിരിക്കാനും ഇവിടെ അമ്മ വീണ് പോകാതിരിക്കാനും വേണ്ടിയാ ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നത്. എല്ലാം അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. ആ മകനെ ചോദ്യം ചെയ്യേണ്ടതും ശിക്ഷിക്കേണ്ടതും ആ അമ്മയാണ്. ചെറിയച്ഛൻ ടെൻഷൻ ആവണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.